എൽദോസ് കുന്നപ്പള്ളിയുടെ നീക്കങ്ങൾ എന്താണ്? കോൺഗ്രസ് ക്യാമ്പിൽ ആകാംക്ഷയുണ്ട്. ഏതായാലും വിമത നീക്കം നടത്തുന്ന എൽദോസ് കുന്നപ്പള്ളിയെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ് കോൺഗ്രസ് നേതൃത്വം. എൽദോസുമായി സംസാരിച്ചുവെന്ന് രമേശ് ചെന്നിത്തല അറിയിച്ചു. എൽദോസ് പാർട്ടി വിടില്ല എന്നും ചെന്നിത്തല പറഞ്ഞു. എൽദോസ് കുന്നപ്പള്ളി ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹവുമായി ഞാൻ വളരെ വിശദമായി സംസാരിച്ചു. ഒരു കാരണവശാലും അദ്ദേഹം പാർട്ടി വിട്ടു പോവില്ല. സ്വാഭാവികമായും സീറ്റ് ആഗ്രഹിക്കുന്ന പലർക്കും നിരാശ ഉണ്ടാകും. പക്ഷെ അവരൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവരെ ഈ നിലയിലേക്കൊക്കെ വളർത്തിക്കൊണ്ടുവന്ന ഈ പാർട്ടിയാണ്. നമ്മളൊരു ആശയത്തിന്റെയും ആദർശത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആരും അങ്ങനെ പോകുന്നില്ല. ആരെങ്കിലും പോകുന്നെങ്കിൽ പിന്നെ അവർക്ക് പിന്നീട് അനുഭവിക്കേണ്ടി വരും. അതിനിടെ ഏറ്റുമാനൂരിൽ സീറ്റ് നിഷേധിച്ചതിൽ അതൃപ്തി പരസ്യമാക്കി ജോസഫ് വാഴക്കൻ ഇന്ന് രംഗത്തെത്തി. നേതൃത്വം വാക്ക് പാലിച്ചില്ല എന്നതാണ് വാഴക്കന്റെ തുറന്നു പറച്ചിൽ. പാർട്ടി എൻ്റെ അമ്മയെ പോലെ എനിക്ക് പാർട്ടിക്ക് വിഷമം ഉണ്ടാക്കുന്നതൊന്നും ഞാൻ ചെയ്യില്ല. അല്ല, ഒറ്റപ്പേരേ ഉള്ളൂ എന്നാണ് എന്നെ അറിയിച്ചിരുന്നത്. ഒറ്റപ്പേരുള്ളപ്പം സാധാരണഗതിയിൽ പിന്നെ റാറ്റിഫിക്കേഷൻ്റെ കാര്യമേ ഉള്ളൂ. അപ്പം ഞാൻ കുറച്ച് മുന്നോട്ട് പോയി. പെട്ടെന്ന് പിന്നെ അപ്രതീക്ഷിതമായിരുന്നു. അത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത് സത്യമാണ്. സ്വാഭാവികമായിട്ട് പറയുമല്ലോ. പക്ഷേ പാർട്ടിക്കൊരു വിഷമം ഉണ്ടാക്കാനുള്ള ഒരു ഏർപ്പാട് ഞാൻ നിൽക്കത്തില്ല. ഞാൻ എൻ്റെ പേരേ ഉള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഒന്നാമത് വളരെ കുറച്ച് സമയമുണ്ട്. അതാണ് ജോസഫ് വാഴക്കന്റെ പ്രതികരണം. അർജുൻ മട്ടന്നൂരും ഒപ്പം സജോ ദേവസിയും ചേരുകയാണ്. അർജുൻ, എൽദോസ് കുന്നപ്പള്ളിയോട് ഇന്ന് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ മാധ്യമങ്ങൾക്ക്? ഏതായാലും എൽദോസ് പാർട്ടി വിടില്ല, അനുനയിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ എൽദോസ് കുന്നപ്പള്ളിയുമായി സംസാരിച്ചിട്ടുമുണ്ട്. ഇന്നിപ്പോൾ എൽദോസ് എവിടെയാണുള്ളത്? വിനീത, സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ അതൃപ്തി അറിയിച്ചവർ, പ്രതിഷേധിച്ചവരൊക്കെ തന്നെ അനുനയത്തിന്റെ പാതയിലേക്ക് വന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ. എന്തായാലും പെരുമ്പാവൂർ MLA ആയ എൽദോസ് കുന്നപ്പള്ളിയും ഇന്നലെ വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുമെന്ന ചില സൂചനകൾ നൽകിയിരുന്നു. ഒരു പക്ഷേ സ്വതന്ത്രനായി മത്സരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കും എന്നായിരുന്നു ഇന്നലെ രാത്രി എൽദോസ് കുന്നപ്പള്ളി അടക്കം പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു പകൽ പിന്നിടുമ്പോൾ അത്തരമൊരു നീക്കത്തിലേക്ക് എൽദോസ് കുന്നപ്പള്ളി കടക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ എൽദോസ് കുന്നപ്പള്ളി വന്നിട്ടില്ല. എന്തായാലും മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുമില്ല. പക്ഷേ കടുത്ത നിലപാടിലേക്ക് പോകുന്നില്ല എന്ന സൂചനയാണ് എൽദോസ് കുന്നപ്പള്ളിയുടെ അടുത്ത വൃത്തങ്ങളടക്കം നൽകുന്നത്. മാത്രവുമല്ല, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ എൽദോസ് കുന്നപ്പള്ളിയുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ പെരുമ്പാവൂരിൽ തന്നെ ഇത്തരത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിൽക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ പൂർണ്ണമായും അത്തരത്തിൽ അനുനയത്തിന്റെ പാതയിലേക്ക് വരികയാണ്. മാത്രവുമല്ല, നിലവിൽ സ്ഥാനാർത്ഥിയായ മനോജ് മുത്തേടനടക്കം ഇത്തരത്തിൽ എൽദോസ് കുന്നപ്പള്ളിയുമായി സംസാരിക്കും. അദ്ദേഹത്തിന്റെ പിന്തുണ ഒപ്പം ഉണ്ടാകും എന്ന പ്രതീക്ഷയും പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ഒരു പക്ഷേ ഇന്നോ നാളെയോ പരസ്യ പ്രതികരണവുമായി എൽദോസ് കുന്നപ്പള്ളി രംഗത്ത് വരാനുള്ള സാധ്യത. എന്തായാലും പാർട്ടിയുമായി വിധേയപ്പെട്ട് പാർട്ടിക്കൊപ്പം തന്നെ പോകാൻ തന്നെയാണ് സാധ്യത. ശരി, എൽദോസ് കുന്നപ്പള്ളിയെ വളർത്തിയത് പാർട്ടിയല്ലേ എന്ന് താൻ ചോദിച്ചെന്നും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തീരുമാനങ്ങൾ എടുക്കരുതെന്ന് എൽദോസ് കുന്നപ്പള്ളിയോട് ആവശ്യപ്പെട്ടു എന്നുമാണ് എൽദോസ് കുന്നപ്പള്ളിയുടെ പേര് നിർദ്ദേശിച്ച രമേശ് ചെന്നിത്തല തന്നെ പറയുന്നത്. സജോ ദേവസ്യം കൂടി ചേരുകയാണ്. സജോ, ജോസഫ് വാഴക്കന്റെ പ്രതികരണവും നമ്മൾ ഇന്ന് കാണുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ശരിയായിരുന്നു. ഒറ്റപ്പേര് എന്നാണ് ജോസഫ് വാഴക്കനോട് പറഞ്ഞത്. അതുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റർ അടിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോയത്. ഇന്നിപ്പോൾ അഖില ദൃശ്യങ്ങൾ നമുക്ക് കാണിച്ചു തരികയും ചെയ്യുകയായിരുന്നു. ബഹുദൂരം മുന്നോട്ട് പോയി പിന്നീട് ഒരു തീരുമാനം അത്തരത്തിൽ വന്നപ്പോൾ വലിയ വിഷമമുണ്ടായി എന്ന് ജോസഫ് വാഴക്കൻ പറയുന്നു. പക്ഷെ അദ്ദേഹം ഒരു പക്വത കാണിക്കുന്നുണ്ട്. പാർട്ടി ഈ ഘട്ടത്തിൽ പ്രതിസന്ധിയിലാക്കാനില്ല എന്നാണ് ജോസഫ് വാഴക്കൻ പ്രതികരിച്ചത്. സജു. വിനീത, ജോസഫ് വാഴക്കൻ പാർട്ടിക്ക് വിധേയനായി നിൽക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കടുത്ത അതൃപ്തിയുണ്ട്, വേദനയുണ്ട്. കാരണം അതിന് എല്ലാ ഒരുക്കങ്ങളും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പൂർത്തീകരിച്ചതാണ്. ഏറ്റുമാനൂരിന്റെ കാര്യത്തിൽ നേതാക്കൾ ഉറപ്പ് പറഞ്ഞതാണ് അദ്ദേഹത്തോട്. എന്താണ് ഇതിൽ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം? അദ്ദേഹം പോസ്റ്ററുകൾ മാത്രം, അതായത് ഈ വാൾ പോസ്റ്ററുകൾ മാത്രം 100,000-ഓളം എണ്ണം തയ്യാറാക്കി. എന്താണ്, നമ്മൾ അതിന്റെ ദൃശ്യങ്ങളൊക്കെ കാണുകയും ചെയ്തതാണ്. അത്രയും വലിയ ഉറപ്പ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. ഏറ്റുമാനൂരിൽ പോയി പ്രവർത്തനം തുടങ്ങാം എന്ന ഗ്രീൻ സിഗ്നൽ അദ്ദേഹത്തിന് ലഭിച്ചു. അതിന്റെ ഭാഗമായാണ് ഈ മുന്നൊരുക്കങ്ങളെല്ലാം നടത്തിയത്. അവിടെ കിട്ടും എന്ന ഒരു വലിയ ഉറപ്പും പ്രതീക്ഷയും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അത് പക്ഷേ അസ്ഥാനത്തായി പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അവിടെ റോണി കെ ബേബി അവിടെ വന്നപ്പോൾ, അപ്രതീക്ഷിതമായി എത്തിയപ്പോൾ നാട്ടകം സുരേഷ് ഏറ്റുമാനൂരിലേക്ക് വരേണ്ടി വന്നു. ആ ഘട്ടത്തിലാണ് ഏറ്റവും അവസാന നിമിഷം അദ്ദേഹത്തിന്റെ പേര് വെട്ടിപ്പോയത്. ആ ഒരു നിരാശ അദ്ദേഹത്തിനുണ്ട്. അത് നേതൃത്വത്തോട് പറയുകയാണ് ചെയ്തത്. അദ്ദേഹം പക്ഷേ പിന്നീട് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്, സ്വതന്ത്രനായി മത്സരിക്കുക, പാർട്ടിയെ വെല്ലുവിളിക്കുക, പാർട്ടിക്ക് പുറത്തു പോവുക, വിമത കലാപം ഉണ്ടാക്കുക, വലിയ പരസ്യ പ്രതിഷേധത്തിലേക്ക് പോവുക, ഇതൊന്നും ഉണ്ടാകില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ വേദന നേതൃത്വം അഡ്രസ്സ് ചെയ്യും.
എന്ന പ്രതീക്ഷ അദ്ദേഹത്തിന് ഇപ്പോഴുണ്ട്. അതാണ് നേതാക്കളോട് തുടർച്ചയായി പറഞ്ഞത്. രമേശ് ചെന്നിത്തലയുടെയും വിശ്വസ്തൻ കൂടിയാണ് അദ്ദേഹം. നേരത്തെ അദ്ദേഹം മൂവാറ്റുപുഴയിൽ നിന്ന് നിയമസഭാംഗമായിരുന്നു. ഒരു തവണ തോറ്റു. അതിനടുത്ത തവണ അദ്ദേഹത്തിന് അവിടെ അവസരം നിഷേധിച്ച് കാഞ്ഞിരപ്പള്ളിയിലേക്ക് അയക്കുകയാണ് ചെയ്തത്. അന്ന് മുതൽ ആ ഒരു അവഗണന അക്കാര്യത്തിൽ നേരിട്ടു എന്നൊരു വികാരമുണ്ട്. ഇത്തവണ പക്ഷേ എല്ലാ മുന്നൊരുക്കവും പൂർത്തീകരിച്ചതിന് ശേഷം, ഇത്രയധികം തയ്യാറെടുപ്പ് നടത്തിയതിനു ശേഷം സീറ്റ് നിഷേധിക്കപ്പെട്ട ആരുമില്ല. ദീപ്തിയും തയ്യാറെടുപ്പ് നടത്തി. പക്ഷേ ഇത്ര വലിയ പണം ചിലവഴിച്ച് യഥാർത്ഥത്തിൽ തയ്യാറെടുപ്പ് നടത്തിയില്ല. സാധാരണ ഇത്തരം മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ടതുണ്ടല്ലോ, തിരഞ്ഞെടുപ്പിൽ ആവശ്യമായി വരുന്നതുമാണ്. അതാണ് അദ്ദേഹം ചിലവഴിച്ചത്. പക്ഷേ അദ്ദേഹം ഒരു മുതിർന്ന നേതാവ് എന്ന നിലയിൽ ആ ഒരു പരിഗണന അദ്ദേഹത്തിന് ഉണ്ടായില്ലേ എന്നൊരു വികാരമുണ്ട്. എന്ന് മാത്രമല്ല, അതിന് മറുപടി ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോൾ താൻ പുറത്തു പറയുന്നില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹത്തെ ഇനിയെങ്കിലും മറ്റേതെങ്കിലും രൂപത്തിൽ അക്കോമഡേറ്റ് ചെയ്യുമെന്ന പ്രതീക്ഷ കൂടിയുണ്ട്, അല്ലെങ്കിൽ അത് നേതാക്കൾ അഡ്രസ് ചെയ്യുമെന്ന പ്രതീക്ഷ കൂടി അദ്ദേഹത്തിനുണ്ട്. ശരി, സജോ ദേവസ്രിയും അർജുൻ മട്ടന്നൂരുമാണ് വിശദാംശങ്ങൾ നൽകിയത്.